കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൺപിള്ളേർക്ക് പ്രത്യേക വൈബ് തന്നെയാണ്. ഞാൻ വീട്ടിൽ ചെന്നുള്ള കാഴ്ച ഇതാണ്, എല്ലാവരും ഒന്ന് ഒത്തുകൂടും. ഞാച്ചുവിനെ എല്ലാവരും കൂടി ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പച്ചി ഇതുപോലെ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് മന്തി റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ വാപ്പാടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. വാപ്പച്ചി മന്തി റൈസ് അങ്ങനെ കഴിക്കാറില്ല. കപ്പയും മുളകുണച്ചിയും ഉണ്ടായിരുന്നു, വാപ്പച്ചിയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പിന്നെ വാപ്പച്ചി അത് കഴിക്കുന്നുണ്ടായിരുന്നു. വാപ്പച്ചി കുറച്ച് കണവാത്തോരനും മുളകുടച്ചതും മീൻകറിയും മീൻ വറുത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുളകുടച്ചതും ചീനിയും കൂടിയാണ് കഴിച്ചത്. പിന്നെ പിള്ളേരെല്ലാവരും മന്തി റൈസാണ് കഴിച്ചത്. എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇതെൻ്റെ മുതുക്ക് പാത്രമാണ്. ഞാൻ വീട്ടിൽ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത് ഈ പാത്രത്തിലാണ്. പിന്നെ ഇതുപോലെ ഞായും ഐഷു ലാസ്റ്റ് നിമിഷമാണ് വന്നത്. അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കാൻ കൂടിയില്ല. പിന്നെ ഇതുപോലെ ഉമ്മിച്ചിരുന്ന ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരുന്നു. ഫുള്ള് കത്തിയാണ്, എങ്കിലും കേട്ടോ